നമസ്കാരം. കേരള സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. സീറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേലിനെ പ്രധാനമന്ത്രി കാണുമെന്നാണ് സൂചന. ലളിതവും പ്രൗഢവുമായ ചടങ്ങിൽ മാർ റാഫേൽ തട്ടേൽ സീറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പിക്കാനാണ് ആർച്ച് ബിഷപ്പിനെ മോദി കാണുന്നതും. തട്ടിലുമായി സൗഹൃദ സംഭാഷണം മാത്രമാകും നടത്തുക. പക്ഷേ അതിലൂടെ ഭാവിയിൽ BJPയുമായി സഭയെ അടുപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ കൂടിക്കാഴ്ചയിൽ അന്തിമ തീരുമാനമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. 16-ന് കൊച്ചിയിൽ റോഡ് ഷോ നടത്തുക MG റോഡിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് വരെയാണ്. വൈകിട്ട് 6-ന് ഹോസ്പിറ്റൽ റോഡ് പാർക്ക് അവന്യൂ വഴി 1 കിലോമീറ്ററോളമാണ് റോഡ് ഷോ. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനമന്ത്രി താമസിക്കുക. കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ 16-ന് വൈകിട്ട് 5-ന് പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തും. കേരളത്തിൽ മോദി ഗ്യാരണ്ടി ചർച്ചയാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമാണ് ഈ മാസം 2 തവണ മോദി കേരളത്തിലെത്തുന്നത്. അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1/2 ലക്ഷത്തിലധികം പ്രവർത്തകരെ അണിനിരത്താനാണ് BJP ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. തുറന്ന വാഹനത്തിലാകും റോഡ് ഷോ എന്ന് തന്നെയാണ് സൂചന. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ യുവജന സമ്മേളനത്തിനെത്തിയ പ്രധാനമന്ത്രി തേവരയിൽ റോഡിലൂടെ നടന്നാണ് റോഡ് ഷോ നടത്തിയത്. റോഡ് ഷോയുടെ സുരക്ഷാ ക്രമീകരണം വിലയിരുത്തിയാകും എല്ലാം തീരുമാനിക്കുക. മോദി കേരളത്തിൽ 2 ദിവസം ഉണ്ടാകും. അടുത്ത മാസം മോദി തിരുവനന്തപുരത്ത് എത്തുമെന്നും സൂചനയുണ്ട്. തിരുവനന്തപുരത്ത് മോദിയുടെ റോഡ് ഷോ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രധാനമന്ത്രി 17-ന് രാവിലെ 7-ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പോകും. അവിടെ നിന്ന് തിരിച്ചെത്തി രാവിലെ 10-ന് വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയുടെയും ഡ്രൈ ഡോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് 11-ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ സംസ്ഥാനത്തെ BJPയുടെ ബൂത്ത് തല സംഘടനാ ശാക്തീകരണ സമിതിയായ ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 7000 പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറും അറിയിച്ചു. ഇതിനിടെ സഭാ നേതൃത്വവുമായുള്ള ചർച്ചയ്ക്കുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. പ്രധാനമന്ത്രിയെ മുൻനിർത്തി കേരളം പിടിക്കാനുള്ള തന്ത്രങ്ങളുമായി BJP മൊത്തത്തിൽ അങ്ങ് കളം നിറയുകയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ കൊച്ചി റോഡ് ഷോ വലിയ പരിപാടിയാക്കി മാറ്റാനാണ് പാർട്ടിയുടെ നീക്കം. അടുത്ത മാസം തിരുവനന്തപുരത്ത് മോദിയെ കൊണ്ടുവരാനാണ് ശ്രമം. ദേശീയ തലത്തിൽ എന്ന പോലെ കേരളത്തിലും BJPയുടെ എല്ലാ പ്രതീക്ഷകളും മോദിയിലാണ്. 2019-ലെ വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി എത്തുന്നതും വോട്ടുറപ്പിക്കാൻ തന്നെയാണ്. ടാഗ് ലൈൻ ആക്കി മാറ്റിയ മോദി ഗ്യാരണ്ടിയിലൂടെ വികസനം ഉയർത്തിയാണ് BJP തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. മോദി മയത്തിൽ എതിരാളികളുടെ പ്രചാരണങ്ങളെ മറികടക്കാമെന്നാണ് കണക്കുകൂട്ടൽ. സഭാ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കലും മോദി വഴി തന്നെയാണ്. സന്ദർശനങ്ങളിലെല്ലാം സഭാ നേതൃത്വവുമായുള്ള ചർച്ചകളും പ്രധാന അജണ്ടയായി തുടരുകയാണ്. ദക്ഷിണേന്ത്യ പിടിക്കൽ പാർട്ടിയുടെ പ്രധാന അജണ്ടയാണ്. കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ BJP ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ്. നന്ദി.